യാത്രകൾ ഷാനവാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാ നമ്മളിന്ന് കാണാൻ പോവാണ്, അബുദാബിയിലെ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പഴയ ദോസ്ത് ഷൈൻ ഉണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ ഹംദാൻ എന്നാണ് പോകുന്നത്. ടൂറിസ്റ്റ് ക്ലബ്ബ് ഹംദാനിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. അബുദാബിയിലെ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ബാപ്പു മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത്. ബാപ്പു മന്ദിർ അത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പോണത്. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ഷഹാമയിലേക്കുള്ള ബസ്സിൽ പോകണം. ഷഹാമയിൽ നമ്മൾ വേറെ ചെറിയ മിനി ബസ്സിന് പോകണം. അങ്ങനെ ഞങ്ങളിതാ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അബുദാബി ബസ് സ്റ്റേഷൻ്റെ അടുത്തെത്താറായി. ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂടെ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് ഫരേജ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് കൂടെ നമ്മളെ കൂടെ ജോയിൻ ചെയ്യാതെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേപ്പക്കാരനാണ് അവന്. അങ്ങനെ അതാ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. അബുദാബി ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലാണെന്ന് ബസ് പുറപ്പെടുന്ന എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഇപ്പം ഇന്ന് പോണത്. നമ്മൾ ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ അതാ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റാഹ ഷംഖയിൽ ബസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് പോകണം. ഷംഖല്ല, ഷഹാമ ബസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് വേറെ ബസ്സിന് പോകാനുള്ള പരിപാടിയാണ്. ടെമ്പിൾക്കുള്ള എൻട്രി പാസ്സാണ് ഇത്. ഇത് കാണിക്കണം അവിടെ. ഞങ്ങൾ പള്ളിയിലൊന്ന് കയറി നിസ്കാരമൊക്കെ കഴിച്ച് ഇതാ 203 ബസ് നമ്പറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്. എൻ്റെ യാത്രകളിൽ ഒരു വിദേശി ഫരേജ് ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ വരുന്നത്. അതാ നമ്മളെ ടെമ്പിളിൻ്റെ അവിടേക്ക് ബസ്സില്ല ഇന്ന്. അപ്പോൾ നമ്മളിത് ഷഹാമ ബസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് വേറെ ബസ്സിന് പോകാനുള്ള പരിപാടിയാണ്. ഷഹാമയിൽ പോയിട്ട് അവിടുന്ന് വേറെ ബസ്സിന് പോകണം. എന്നാലേ നമുക്ക് അമ്പലത്തേക്ക്, അബുദാബി അമ്പലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഷഹാമേക്കുള്ള ബസ്സിന് 201 ബസ് നമ്പറിൽ പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലേക്ക് 201 ബസ് നമ്പറിലാണ് നമ്മൾ പോണത്. ഷഹാമയിൽ നിന്ന് നമ്മൾ വേറെ ബസ്സിന് പോകണം എന്നാണ് പറഞ്ഞത്. അങ്ങനെതാ ഷഹാമയ്ക്കുള്ള 201 ബസ്സിൽ നമ്മൾ കയറുകയാണ്. പഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഇതാ സീറ്റൊക്കെ പിടിച്ച് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ്. അബുദാബി ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ ബസ് ഇതാ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഷഹാമയിലേക്കുള്ള ബസ്സിലാണ്. ഷഹാമയ്ക്ക് ബസ് 201 ബസ് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരിക്കും കൂടുതൽ യാത്രക്കാരൊന്നുമില്ല. കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. ബസ്സൊക്കെ കാലിയായി കിടക്കുകയാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സാവധാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്യോപ്യനും 2 കേരളക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ അബുദാബി മന്ദിർ കാണാൻ വേണ്ടിയിട്ട്, അബുദാബി ക്ഷേത്രം കാണാൻ വേണ്ടി പോവാണ്. അബുദാബി ക്ഷേത്രത്തിലേക്ക് ഏകദേശം അബുദാബി ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 50-60 കിലോമീറ്റർ ഉണ്ടാവണം. ഒരു മരുഭൂമിയിലാണ് ഇത് ഉള്ളത്. ബാബ് മന്ദിർ എന്നും അറിയപ്പെടും. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയ ബസ് തിരിച്ച് വീണ്ടും നമ്മൾ വന്ന അതേ റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ പുറം ഭാഗത്ത് കൂടി തിരിച്ച് നമ്മുടെ ഹംദാൻ റോഡ് വഴി യാസ് ഐലാൻഡ്, പിന്നീട് ഡെയർഫീൽഡ്സ് വഴിയാണ് പോകുന്നത്. ഡെയർഫീൽഡ്സ് കഴിഞ്ഞാൽ പിന്നെ ഷഹാമ ബസ് സ്റ്റേഷനിലാണ്. അവിടെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. പിന്നീട് ഷഹാമയിൽ നിന്ന് നമുക്ക് വേറെ ചെറിയ ബസ്സിൽ നമുക്ക് ബാബ്സ് മന്ദിറിൻ്റെ അവിടേക്ക്, അല്ലെങ്കിൽ ബാബ്സ് ഹിന്ദു മന്ദിറിൻ്റെ അവിടേക്ക് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 202 ബസ്സിന് പോയാൽ ശരിക്കും നമുക്ക് ബാബ്സ് മന്ദിറിൻ്റെ അവിടേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ട് പോകാം. പക്ഷേ ഇന്ന് 202 ബസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ വേറെ ബസ്സിന് ഷഹാമയിൽ പോയിട്ട് അവിടുന്ന് പോകുന്നത്. 202 ബസ് അബുദാബിയിൽ നിന്ന് ബാബ്സ് മന്ദിറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഷഹാമയിൽ നിന്ന് നമുക്ക് ടാക്സി പിടിച്ചാൽ ഒരു 60 ദിർഹംസിന് അവിടെ എത്താം. ശരിക്കും ഇത് ദുബായിയുടെയും അബുദാബിയുടെയും ബോർഡറിലാണ് എടുക്കുന്നത്. റഹബ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഡെയർഫീൽഡ് എത്തിയിട്ടുണ്ട്. സമയം പോകാൻ വേണ്ടി നമ്മളുടെ എത്യോപ്യനെ കൊണ്ട് ഞങ്ങൾ മലയാളം പറയാൻ ശ്രമിപ്പിക്കുകയാണ്. നമ്മുടെ എത്യോപ്യൻ മലയാളം സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. മലയാളം
Malayalam പറയാം. Speak Malayalam. Okay. Just say something or repeat. What's your name? നിന്റെ പേരെന്താണ്? മെജോ പറയണ്ടായ. നിന്റെ പേരെന്താണ്? നിന്റെ പറയണ്ടായ. How are you? നീ എങ്ങനെ? നീ എങ്ങനെ? നീ എങ്ങനെ ഇരിക്കുന്നു? നീ എങ്ങനെ ഇരിക്കുന്നു? നീ എങ്ങനെ ഇരിക്കുന്നു? നീ എങ്ങനെ ഇരിക്കുന്നു? Okay. ഇരിക്കുന്നു. That means how are you? Okay. I am okay. I'm okay. I'm good. I am good, yeah. Okay. In Melanie. എനിക്ക് സുഖമാണ്. എനിക്ക് സുഖമാണ്. സുഖമാണ്. Very fast also. Most of the word like tang, you know, tang word. For Arabic, most of the time is very busy. When you are speaking. അങ്ങനെ അവൻ പരാജയപ്പെട്ട് നമ്മൾ മലയാളം പറഞ്ഞ് കുടുങ്ങി. അവന് പറയുന്നത് മലയാളമൊക്കെ നാവിൽ കൂടിയാണ് സംസാരിക്കുന്നത്, മറ്റുള്ളതൊക്കെ തൊണ്ടയിൽ നിന്ന് വരുന്ന സംസാരങ്ങളാണ്. അവൻ്റെ ഭാഷയും അല്ലെങ്കിൽ അറബിയൊക്കെ വരുന്ന ഭാഷ എന്ന് പറയുന്നത് തൊണ്ടയിൽ നിന്നാണ് വരുന്നത്, ഇത് നാവ് കൊണ്ട് സംസാരിക്കുകയാണെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഡെയർഫീൽഡ്സ് മാള്. ഇവിടെ നമ്മൾ മുമ്പേ വന്നിട്ടുണ്ട്. മുമ്പേ ഒരു ബ്ലോഗിൽ നമ്മൾ ഡെയർഫീൽഡ് മാളിൻ്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ട്. നമ്മൾ മീൻ പിടിക്കാൻ പോയത് ഷാഹമയിലുള്ള അഷ്റഫ് എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതാണ്. എത്തിയിരിക്കുന്നു. ഷഹാമ ബസ് സ്റ്റേഷനിലെത്തി. അങ്ങനത്തെ ഷഹാമ ബസ് സ്റ്റേഷനിൽ നമ്മളിത് 23 ബസ്സിലേക്ക് കയറിയാണ്. ചെറിയ ബസ്സിലേക്ക് കയറി ഇതാണ് പോകുന്നത്. ഇവിടുന്ന് നമ്മുടെ കൂടെ വേറെയും പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. ബസ് കയറി ഷഹാമ എന്നുള്ള ബസ്സിലാണ് നമ്മൾ. റോഡാണ് കേട്ടോ. ഏതോ മരുഭൂമിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. നമ്മൾ റാബ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റിലേക്ക് കടന്ന് ഷാഹിദ് റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് ബസ്സിൽ ബാബ്സ് ടെമ്പിൾ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടേക്കുള്ളതാണെന്നാണ് ഉറപ്പ്. നമ്മൾ ടെമ്പിൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാബ്സ് ടെമ്പിൾ എത്തിയിരിക്കുന്നു. നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വണ്ടികളൊന്നും ഇല്ല ഇവിടെ. വണ്ടികളും ഒക്കെ കുറവാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും കൂടുതൽ വണ്ടികളൊന്നുമില്ല. പാർക്കിംഗ് ഒക്കെ ധാരാളം ഇവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡിൻ്റെ സെക്ഷനായിട്ട് ഹോസ്പിറ്റൽ, ഒരു ചെറിയ മിനി ഹോസ്പിറ്റലായിട്ട് ഇവിടെ ജില്ല ഹോസ്പിറ്റലിൻ്റെ ഒരു ചെറിയ സെൻ്ററൊക്കെ ഉണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ടെമ്പിൾ എത്തിയിരിക്കുകയാണ്. ബസ് ഇറങ്ങി നമുക്ക് അവിടെ ടിക്കറ്റൊക്കെ കൊടുക്കുന്നത് അവിടെയാണ്. അവിടേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കണേ. ടിക്കറ്റ് ഇതാണ് ടെമ്പിളിൻ്റെ ഭാഗങ്ങൾ കാണുന്നുണ്ട് ഇവിടുന്ന്. നമ്മൾ അവിടെ തന്നെ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തതുകൊണ്ട് നമുക്ക് ഇനി അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് സ്കാൻ ചെയ്ത് കാണ്ട് QR കോഡ് സ്കാൻ ചെയ്ത് കാണ്ട് കയറാം. മൂന്നാൾക്കുള്ള ടിക്കറ്റ് ഒറ്റ QR കോഡുമ്പോൾ തന്നെ മതി. ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ബാബ്സ് ടെമ്പിളിലെത്തി. ഉള്ളിലേക്ക് കയറാനിതാ ക്യൂ നിൽക്കണം. ഇവിടെയാണ് ക്യൂ ഒക്കെ ഉള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ബാബ്സ് ടെമ്പിൾ. ബാബ്സ് മന്ദിർ എന്നും പറയും. അബുദാബിയിലെ ഏക ക്ഷേത്രമാണ്, ടെമ്പിളാണിത്. വിത്തൗട്ട് മീ യു കനോട്ട് ഗോ ഇൻസൈഡ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ടടുത്തെത്തി. ചെക്ക് ചെയ്ത് നമ്മളിതാ ഉള്ളിൽ കയറി. ചെക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഡ്രസ്സുകളും പോക്കറ്റുകളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളിത് ഇതിൻ്റെ അകത്ത് കൂടെ ഉള്ളിലേക്ക് കയറുകയാണ്. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുകയാണ്. ചെക്കിംഗ് ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതാ ഉള്ളിലെത്തി. നമ്മൾ ഉള്ളിലിതാ ഇങ്ങനെ കയറുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെയാണ് പോകാനുള്ളത്. എൻട്രൻസിൽ കൂടി ഇങ്ങനെയാണ്. ഇതാണ് അമ്പലം. അബുദാബിയിലെ ബാബ്സ് ടെമ്പിളാണിത്. ബാബ്സ് മന്ദിർ. ധാരാളം ആൾക്കാരുണ്ട്. വൈകുന്നേരം ഒരു 5 മണിയായി. ആൾക്കാരത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കണ്ട് കയറുന്നത്. പക്ഷെ നമ്മളെ കയറ്റാവുന്നത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ബുർജിലിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് ക്ലിനിക്കൊക്കെ ഉണ്ട്. എന്തെങ്കിലും
സംഭവിച്ചാൽ വന്നിട്ട് ചികിത്സിക്കാനൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. മന്ദിറിൻ്റെ അമ്പലത്തിൻ്റെ ഓരോ പരിപാടികളൊക്കെ ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കുന്നുള്ളൂ. എന്താ കറുപ്പ് പെയിൻ്റ് അടിച്ചതാ മരത്തിന്? അത് കത്തിച്ചതോ? മരല്ല. ഇവിടെ ഫുഡ് കോർട്ട്, വാഷ്റൂം, ഷൂ ഹൗസ് എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ ഷൂ വെക്കാനുള്ള റൂം. അവിടെ പോയിട്ട് എല്ലാവരും ഷൂവും ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെക്കണം. ആണ് അമ്പലത്തിൻ്റെ ദൂരത്തു നിന്നുള്ളൊരു ദൃശ്യം. അതിൻ്റെ ഉള്ളിൽ കുറേ മണികളുണ്ട്. മണികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാവരും ഇതായി മടിക്കുന്നുണ്ട്. കുറേ മണികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതവിടെ ഷൂ അയച്ചിട്ട് ഇവിടുന്ന് എല്ലാവരും ഷൂവും ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകണം. ധാരാളം ഷൂ റാക്കുകളുണ്ട് കേട്ടോ. ഇവിടെ ഷൂ റാക്കുകളുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഷൂ ഒക്കെ ഒഴിച്ച് അതുകൊണ്ട് റാക്കിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. ഇവിടെ നമ്പർ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഷൂ ഇവിടെ വെച്ചിട്ട് പോകാം. ഉള്ളിലൊക്കെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മന്ദിരത്തിൻ്റെ ഉള്ളിലേക്ക്, അമ്പലത്തിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കുളങ്ങളൊക്കെ ഉണ്ട് ചുറ്റും. ഇതാണ് നമ്മുടെ അബുദാബിയിലെ ബാബ് മന്ദിർ എന്ന് പറയുന്ന അമ്പലമാണ്. ബാബ് മന്ദിർ എന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ അടുത്തു നിന്നുള്ള വിഷ്വൽസാണിത്. അബുദാബിയിലെ ബാബ് മന്ദിർ അമ്പലത്തിൻ്റെ അടുത്തു നിന്നാണ്. ഇവിടെ ആൾക്കാർ ധാരാളം ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഒരു 6 മണിയായി. അതാ നമ്മളെ ടെമ്പിളിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ ഇട്ട് കുറേ വൈകിട്ടാണ് അവിടെ അമ്പലത്തിലെത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എല്ലാം കണ്ടിട്ട് വേഗം തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. കാരണം നേരം വൈകിയാൽ ഇരുട്ടിയാൽ പിന്നെ ഇവിടുന്ന് ബസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇത് UAE തന്നെ 2ാമത്തെ ക്ഷേത്രമാണെന്നാണ് എൻ്റെ അറിവ്. ദുബായിലാണോന്നുള്ളത്. പിന്നുള്ളതാണ് ഇപ്പോൾ ഇത് അബുദാബിയിലെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് ബാബ് മന്ദിർ അബുദാബി. അങ്ങനത്തെ ഭയങ്കര കുറേ ധാരാളം സ്റ്റെപ്പുകളുണ്ട് ഇവിടെ. അത് സ്റ്റെപ്പുകളൊക്കെ കയറിക്കൊണ്ട് മുകളിലേക്ക് പോകണം. കയറിയാൽ ഇതാ ഒരു പിന്നുള്ളൊരു നിലയിൽ, 1ാം നിലയിലാണ് ഇപ്പോൾ നമ്മൾ. ഇങ്ങനെ അങ്ങോട്ടുള്ള വിഷ്വൽസാണ്. അങ്ങനെ കുറേ ബോർഡുകളുണ്ട്. ആർക്കും എത്ര അടിക്കാന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ ആ മണിയുടെ ശബ്ദം എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എല്ലാവരും വന്നാണ്ട് മണിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വർഷങ്ങളിലും മുൻഭാഗത്തൊക്കെ ആയിട്ട് പൂളുകൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് യമുന, ഗംഗ പറയുന്ന നദികളെ സൂചിപ്പിക്കുന്നതാണ് അവരുടെ സങ്കല്പം. നമ്മൾ മുന്നോട്ട് കയറി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. പിന്നെ നമ്മൾ 2ാമത്തെ നിലയിലെത്തി. 2ാമത്തെ നിലയിൽ നിന്നുള്ള അമ്പലത്തിൻ്റെ ദൃശ്യങ്ങളാണിത്. രണ്ടാമത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്തൂപങ്ങളാണ്. ഇതാണ് മെയിൻ അമ്പലം. ഇതിൻ്റെ അകത്താണ് വേറെ 7 ദൈവങ്ങളൊക്കെ അവർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്.
ഇതിൻ്റെ ചുമരുകളൊക്കെ വളരെ ഭംഗിയായിട്ട് കൊത്തുപണികളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പല ദൈവങ്ങളും പല തരത്തിലുള്ള ശില്പങ്ങളൊക്കെ അവിടെ വളരെ ഭംഗിയായിട്ട് നാച്ചുറലായിട്ട് തോന്നുന്ന പല കൊത്തുപണികളൊക്കെ ഇതിൽ കാണാവുന്നതാണ്. ഈ അമ്പലത്തിൻ്റെ അകത്ത് വേറെ മാർബിളും പുറത്ത് വേറെ മാർബിളുമാണ്. അകത്തൊക്കെ വെള്ള മാർബിളാണ്, ഇറ്റാലിയൻ മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുറത്തൊക്കെ കാണുന്നത് ഇന്ത്യയിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള റെഡ് മാർബിളാണ്. എല്ലാം പണി കഴിച്ചിട്ടുള്ളതെല്ലാം ഇന്ത്യയിൽ നിന്നാണ്. എല്ലാ കൊത്തുപണികളും കഴിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. പിന്നീട് അത് എത്രയോ കണ്ടെയ്നറുകളായിട്ട് ഇന്ത്യയിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് ഇവിടേക്ക് കൊടുത്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് വന്നിട്ട് ഒരു ഡെസേർട്ടിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഒരു മരുഭൂമി പ്രദേശത്താണ് ഇപ്പോൾ ഈ അമ്പലം കൊടുന്ന് സ്ഥിതി ചെയ്യുന്നത്. ടോട്ടലി 27 ഏക്കർ സ്ഥലത്താണ് ഇത്. അബുദാബി ഗവൺമെൻറ് വിട്ടുകൊടുത്തിട്ടുള്ള സ്ഥലത്താണ് ഇത് നിലനിൽക്കുന്നത്. ഇത് ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും വരുന്നതിൻ്റെ ബോർഡറിലാണ് ഏകദേശം വരുന്നത്. 30 ഫീറ്റ് ഉയരമുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് അടിക്ക് 160 ഫീറ്റ് ഉയരത്തിലാണ്. 260 വീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. 260 അടി വീതിയുണ്ട്. ചുറ്റുഭാഗം വെള്ളം കൊണ്ടുള്ള പോൺസുകൾ, വെള്ളക്കെട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുറ്റുഭാഗമുണ്ട് വെള്ളക്കെട്ടുകൾ. 2024 ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. 2023 പണി തുടങ്ങിയത്. ഏകദേശം 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ക്ഷേത്രം ബാബ്സ് ടെമ്പിളിൽ നിന്നും ബാബ്സ് മന്ദിർ എന്നും പിന്നീട് അബുദാബി ഹിന്ദു ടെമ്പിൾ എന്നും ബാബ്സ് ഹിന്ദു ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ വന്നത് ഇവിടെ റോഡും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. കൂടാതെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മാർബിളുകൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലെ രാജസ്ഥാനിൽ നിന്നും ഇറ്റാലിയൻ മാർബിളാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കൊത്തുപണിക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മാർബിൾ ഇറ്റാലിയൻ്റെതാണ്. ഉള്ളിലുള്ളതൊക്കെ ഇറ്റാലിയൻ്റെ മാർബിളാണ്, പുറത്തുള്ളതൊക്കെ ഇന്ത്യൻ്റെ മാർബിളാണെന്നാണ് പറഞ്ഞത്. സ്റ്റോൺസുകൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. സ്റ്റെപ്സിനൊക്കെ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കയറ്റിയിട്ട് ഇതിങ്ങനെ താഴേക്ക് ഇറക്കാണ്. ഇതിങ്ങനെ താഴേക്ക് ഇറക്കാണ്. ഉള്ളിലത്തൊക്കെ ഇറ്റാലിയൻ മാർബിളുകളാണ്. വെള്ള കളറിലുള്ളതൊക്കെ ഇറ്റാലിയൻ മാർബിളാണ്. പുറത്തുള്ളതൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊടുന്നുള്ള രാജസ്ഥാൻ മാർബിൾസാണ്. ഈ റെഡ് കളറിൽ കാണുന്നത്, ലൈറ്റ് റെഡിൽ. ശബരിമലയിലെ ദൈവം എന്താണ്? അയ്യപ്പൻ്റെ വിഗ്രഹമാണ് ഇതിവിടെ കാണുന്നത്. ഇതാണ് അയ്യപ്പൻ്റെ വിഗ്രഹം. ഇതുപോലെ ധാരാളം വിഗ്രഹങ്ങൾ അകത്തുണ്ട്. അകത്ത് നമ്മൾ നേരി കണ്ടതാണ്. ഉള്ളിലേക്ക് ക്യാമറ പ്രവേശനമില്ല, അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് ക്യാമറ കയറ്റിയിട്ടില്ല. 70 കണ്ടെയ്നറുകളിലായിട്ട് എത്രയോ 70,000 ടണ്ണ് പാറക്കല്ലുകൾ കൊടുന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ കോൺക്രീറ്റുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഈ ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിട്ടില്ല. മരങ്ങളൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി വെറും മാർബിളും ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് മാത്രമാണ്. ഈ ക്ഷേത്രം കൂടുതലും കമ്പ്യൂട്ടർ കട്ടിങ്ങൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മാർബിളിൻ്റെ പണികളാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള യന്ത്രങ്ങളൊന്നും ഇതിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കൊത്തുപണികളും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. അകത്തളങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ ഡിസൈനുകൾ ചെയ്തിട്ടുള്ള ശില്പങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും നമ്മളെ കാണാൻ ഉള്ളിലേക്ക് ക്യാമറ കയറ്റാൻ അയക്കുന്നില്ല. അകത്തൊക്കെ ആർക്കും കയറി കാണാം, പക്ഷേ അവിടെ ക്യാമറകളോ ഫോട്ടോയോ അങ്ങനെയുള്ള ഒന്നും അനുവദിക്കുന്നില്ല. ഇത് അകത്തെ വേറൊരു ദൈവത്തിൻ്റെ ശില്പമാണ്.
ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് കയറാനുള്ള ലിഫ്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ അത് ക്ലോസ് ആക്കിയിട്ടിരിക്കുന്നു. പുറത്തൊക്കെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, 50 ഡിഗ്രിക്ക് മുകളിലുള്ള ചൂടാണ്. പക്ഷേ ഈ ഗ്രാനൈറ്റിനൊക്കെ നല്ല തണുപ്പാണ്. ഈ ഗ്രാനൈറ്റിൻ്റെ പ്രത്യേകതയാണത്. ഈ വെള്ള ഗ്രാനൈറ്റുകളൊക്കെ നല്ല തണുത്ത ബദലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ചെരുപ്പും ഷൂകളൊന്നും ഇല്ലാതെ തന്നെ നടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഗ്രാനൈറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയി കോൺക്രീറ്റിൽ ചവിട്ടിയാലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് ചവിട്ടിയാൽ ഭയങ്കര ചൂടാണ്. താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ഭജനം കേൾക്കാൻ തുടങ്ങി. ശബ്ദം വരുന്നുണ്ട്. മ്യൂസിക്കും ഭജനം ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അതവിടെ മ്യൂസിക്കായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. ഞങ്ങളവിടുന്ന് ധാരാളം ഫോട്ടോകളൊക്കെ വീണ്ടും എടുത്തു. സന്ധ്യാസമയമായതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോകണം എന്നുള്ള ഇതിൽ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2ാം നിലയിൽ നിന്ന് ഇറങ്ങി നല്ലൊരു മരുഭൂമിയിലാണ് കൊടുന്നുണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്. ഭക്ഷണം കഴിക്കാൻ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഫുഡ് കോർട്ടാണിത്. നല്ലൊരു മരുഭൂമിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഷഹാമ റഹബ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. റഹബയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ നമുക്ക് ഭജനം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച്. ഇനി നമുക്ക് ഫുഡ് കോർട്ടും ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെ ഉണ്ട്, അവിടേക്ക് ഒന്ന് പോകണം. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി ചെരുപ്പും ഷൂ ഒക്കെ തിരിച്ച് നമ്മൾ വാങ്ങി ഷൂ ഹൗസിൽ കയറി ചെരുപ്പൊക്കെ തിരിച്ച് വാങ്ങി പോവാണ്. അപ്പോൾ അതിവിടെ ഷൂ ഹൗസിൻ്റെ അടുത്ത് നമുക്ക് ഇതാ ഒരു കാളൻ്റെ വായക്കൂടി ഇങ്ങനെ വെള്ളം തൂറ്റുന്നത് കണ്ട്. ഫുഡ് കോർട്ട്, ഇവിടെ ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെ ഉണ്ട്, ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ സംഭവങ്ങളൊക്കെ വാങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സുവനീർസുകളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. പെർഫ്യൂം, സുവനീർസ്, ഡ്രസ്സുകൾ, ചെറിയ ചെറിയ ഡ്രസ്സുകൾ കുട്ടികൾക്കൊക്കെ ഉണ്ട്. കുർത്ത, ഇവിടെയും കുറേ ഇതൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് വിൽക്കാനിവിടെ. അവിടെയൊക്കെ ഞങ്ങൾ സന്ദർശിച്ച്. സുവനീറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫുഡ് കോർട്ടുണ്ട്. ദ ഓർച്ചാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് കോർട്ടുണ്ട്. എല്ലാ ഭക്ഷണ സാധനങ്ങളും കിട്ടുന്ന കോർട്ടാണ്. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഫുഡ് കോർട്ടുള്ളത്. ഇവിടെയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ. ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് മാതിരി ഉണ്ട് പലതും. പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഫുഡ്, ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. ചായക്ക് 3 ദിറംസാണ് ഇവിടെ. ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ചായ 3 ദിറംസ്. ഇവിടെ നിന്നൊരു ചായ കുടിച്ചു എല്ലാവരും കൂടി. 3 ദിറംസാണ് ഇവിടെ ചായക്കൊക്കെ. പിന്നെ നല്ല ലൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ 2 ദിറംസിൻ്റെ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വേറെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഉള്ളിൽ വലിയ വലിയ ഐറ്റംസുകളൊക്കെ വിൽക്കാനുണ്ട്. ഇനി ബസ്സില്ലാന്നാണ് കേട്ടത്. അപ്പോൾ എങ്ങനെ പോകുന്നുള്ളത് ആലോചിച്ചിരിക്കണം എല്ലാവരും കൂടി. ചായയൊക്കെ കുടിച്ച് ഇറങ്ങുകയാണ്. ഇനി പോവാണ്.
ബസ് ഏത് ടൈമിലാണെന്ന് അറിയില്ല. അങ്ങനെ ടെമ്പിളിലെ ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കണ്ണിൻ്റെ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വേറെ പല ലാംഗ്വേജിലും ഹാർമണി എന്ന് എഴുതിയിട്ടുണ്ട്. ഹാർമോണി എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്തൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ മുന്നിലാണ്. അതാണ് ഇപ്പോഴത്തെ രാത്രിക്കത്തെ വിഷ്വലാണിത്. അമ്പലത്തിൽ ഞങ്ങൾ പോവുകയാണ്. ബാബ്സ് അബുദാബി ടെമ്പിളാണ്. ഞങ്ങളിത് അവിടുന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ചായയൊക്കെ കുടിച്ചു, ഇനി തിരിച്ചു പോവാണ്. അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ കണ്ട് നമ്മൾ തിരിച്ചു പോകണം. ബാബ്സ് ഹിന്ദു മന്ദിർ. രാത്രിയായി, 8 മണി 7 കുറേ കറങ്ങി നടന്നിവിടെ. ചില ദിവസങ്ങളിൽ വെച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടേക്ക് ബസ്സുണ്ട്. 202 ബസ് നമ്പർ. അത് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്, ബാബ് മന്ദിർക്ക്, അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്ന്. അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഷഹാമ ബസ് സ്റ്റേഷനിലേക്ക് ചെറിയ മിനി ബസ്സുകളുണ്ട്. അതിന് പോയിട്ട് അവിടുന്ന് നമ്മൾ വേറെ ബസ്സിനെ എടുക്കുക. അബുദാബിക്കാണെങ്കിൽ അബുദാബിക്ക് ഷഹാമയിൽ നിന്നുള്ള ബസ്സിന് പോകണം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ബസ് വളരെ കുറവാണ്. ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ബസ് ഉണ്ടെങ്കിൽ ബസ്സിന് പോകണം, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് പോകേണ്ടി വരും. ബസ് കിട്ടിയില്ല, അപ്പോൾ ഞങ്ങൾ ടാക്സി വിളിച്ച് കണ്ട് ഷഹാമയിലേക്ക് പോകണം. ഷഹാമയിൽ നിന്ന് ഷാമ ബസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ സിറ്റിയിലേക്കുള്ള ബസ്സിന് പോകണം. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. ടെമ്പിളാണിത്. ടെമ്പിൾ കണ്ടിട്ട് പോവുകയാണ്. രാത്രിയായി, 8 മണി 6 ആ ബസ് സ്റ്റാൻഡിലെത്തി. നമ്മൾ അബുദാബിക്ക് ഇതാ ബസ് കാത്തിരിക്കുകയാണ്. ഷഹാമയിലാണുള്ളത്. ഷഹാമ ബസ് സ്റ്റേഷൻ. ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഡാർക്ക് തന്നെ ആപ്ലിക്കേഷൻ ഇതിൽ നോക്കിയാൽ നമുക്ക് ബസ് വരുന്ന ടൈമുകളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അബുദാബിയിലെ ബസ് സ്റ്റേഷനിലാണ്, ഷഹാമ ബസ് സ്റ്റേഷനിലാണ്. സംഗതിയില്ല, എല്ലാ അബുദാബി ബസ് സ്റ്റേഷനിലും ഈ മെഷീൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിൽ ചെക്ക് ചെയ്താൽ എവിടേക്കുള്ള ബസ്സാണ്, എത്ര ടൈമാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ മാപ്പിൽ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയാണെന്നുള്ളത് ഷഹാമ ബസ് സ്റ്റേഷനിൽ നോക്കിയിട്ട് പറയാണ്. ഇവിടുന്ന് നമുക്ക് അബുദാബിയിൽ എവിടേക്കാണ് പോകാനുള്ളതെന്നുള്ള ലൊക്കേഷൻ അവർ മാപ്പ് നോക്കിയിട്ട് കണ്ടെത്തുകയാണ്. ആ റൂട്ടിലൂടെ പോകുന്ന ബസ്സുകളും അവിടെ എത്താനുള്ള ബസ് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ ഈ മാപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാം. അത് വെച്ചിട്ട് പിന്നെ നമുക്ക് ആ മെഷീനിൽ നോക്കിയാൽ ഏത് ബസ്സാണ്, എത്ര ടൈം എടുക്കും ഇവിടെ ഈ ബസ് സ്റ്റേഷനിൽ എത്താൻ, ഈ ബസ് സ്റ്റോപ്പിൽ എത്താൻ എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. അതാ ഷഹാമയിൽ നിന്ന് ബസ് വന്ന് 201 ബസ് നമ്പറിൽ നമ്മളിതാ അബുദാബിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. 3 നാളും കൂടി നല്ലൊരു യാത്ര ഒക്കെ പങ്കിട്ട് തിരിച്ചു പോകണം. നമ്മൾ ടെമ്പിളൊക്കെ കണ്ടിതാ അബുദാബി എത്തി. അബുദാബി വീട്ടിലേക്ക് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു യാത്രാ വീഡിയോകൾ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യാത്രകൾ ഷാനവാസ്.